കേണൽ ഡിനി, ഭാരതത്തിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഷാങ്ഹായ് ഉച്ചകോടിയിലെ ചർച്ചകൾ നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് എത്രത്തോളം മുതൽക്കൂട്ടാവും? എന്താണ് താങ്കളുടെ നിരീക്ഷണങ്ങൾ, കാഴ്ചപ്പാട്? ശ്രീ അനിൽ, തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു SCO സമ്മിറ്റ്, ഇതിനു മുൻപും പല SCO സമ്മിറ്റ് നടന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴത്തെ ഈ ഒരു SCO സമ്മിറ്റ്, ചൈനയിൽ നടക്കുന്ന ഈ SCO സമ്മിറ്റിന്റെ ഒരു പ്രസക്തി എന്ന് പറയുമ്പം പല മേഖലകളിലാണ്, പല രീതിയിലാണ്. അപ്പൊ അത് നമ്മൾ കാണിക്കാൻ ഒന്ന് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടുള്ളത് സാമ്പത്തികമായിട്ടുള്ള, നേരത്തെ ശ്രീ അനിൽ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ ധാരാളം സാധ്യതകൾ തുറന്നു തരുന്ന ഒരു സമ്മിറ്റാണ്. കാരണം ഇന്ത്യയും ചൈനയും റഷ്യയും ഒക്കെ പോലുള്ള രാജ്യങ്ങൾ ഒരുമിച്ച് വരുന്നത് പല സാധ്യതകൾക്ക് വേണ്ടി കുറെ ഓപ്പർച്യൂണിറ്റീസ് തുറന്നു കിട്ടും. രണ്ടാമതായിട്ട് ഇന്ത്യയും ചൈനയും തമ്മിൽ നല്ല രീതിയിലുള്ള ഒരു കോപ്പറേഷന് വേണ്ടിയുള്ള ഒരു വേദിയായി SCO സമ്മിറ്റ് മാറി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് കൊണ്ട് ഇപ്പം 7 വർഷം കഴിഞ്ഞിട്ടാണ് പ്രൈം മിനിസ്റ്റർ മോദി ചൈനയിലേക്ക് പോകുന്നത്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി പ്രശ്നം നമുക്കറിയാം എത്രമാത്രം ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതിൽ കഴിഞ്ഞിട്ട് ഇന്ത്യയും ചൈനയും ഒരുമിച്ച് മുന്നോട്ട് പോയാൽ അങ്ങ് ചോദിച്ച പോലെ രണ്ട് രാജ്യങ്ങൾക്ക് പുരോഗതി വരും. രണ്ട് വലിയ രാജ്യങ്ങളാണ്, ലോകത്ത് തന്നെ ഏറ്റവും ജനസംഖ്യ കൂടിയ 1ഉം 2ഉം രാജ്യങ്ങളാണ്, ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ സാമ്പത്തികമായിട്ട് മുന്നോട്ട് നീങ്ങുന്ന രാജ്യങ്ങളാണ്, അയൽ രാജ്യങ്ങളാണ്, ധാരാളം സ്വാധീനമുള്ള രാജ്യങ്ങളാണ്, സിവിലൈസേഷൻ ആയിട്ട് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ കണക്ഷൻ ഉള്ള രാജ്യങ്ങളാണ്. അപ്പൊ ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ഇന്ത്യയും ചൈനയുമായിട്ടുള്ള കോമണാലിറ്റീസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ചൈനയും ഇന്ത്യയും കൂടെ ഒരുമിച്ച് നിന്നു കഴിഞ്ഞാൽ അത് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷേ അതിന്റെ അർത്ഥം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹാരമായി, അല്ലെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നല്ല. പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും ആ പ്രശ്നങ്ങൾ കൊണ്ടൊരു കോൺഫ്ലിക്റ്റിലേക്ക് പോകരുത് എന്നുള്ള ഒരു ചിന്ത രണ്ട് രാജ്യങ്ങളിലും ഉണ്ട്. അപ്പൊ പക്ഷെ അതെല്ലാം മാറ്റിവെച്ചിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു കാര്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. മൂന്നാമതായിട്ട് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഞാൻ കാണുന്നത് ഇന്ത്യയും US, പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപിന്റെ ഈ 25% + 25% ടാരിഫ് കൊടുത്ത ഒരു സമയമാണ്. ആ സമയത്ത് തീർച്ചയായിട്ടും ഡൊണാൾഡ് ട്രംപ് വിചാരിച്ചത് ഭാരതം ഉടനെ ഓടിച്ചെന്ന് ട്രംപിന്റെ അടുത്ത് അഭ്യർത്ഥിക്കും, ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നഷ്ടം വരും, അതുകൊണ്ട് അതിനെ ഒന്ന് പിൻവലിക്കണം, അല്ലെങ്കിൽ കൺസിഡർ ചെയ്യണം, റീകൺസിഡർ ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹം ഡൊണാൾഡ് ട്രംപിനുണ്ടായിരുന്നു. ഈ ഡൊണാൾഡ് ട്രംപ് തന്നെ എന്തുകൊണ്ടാണ് ഈ ടാരിഫ് ചുമത്തി എന്നുള്ള ഇന്നിപ്പം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നൊബേൽ പീസ് പ്രൈസിന് വേണ്ടി പാകിസ്ഥാൻ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞതുപോലെ ഇന്ത്യയും പറയണം എന്നുള്ള രീതിയിലേക്കാണ് ഡൊണാൾഡ് ട്രംപ് ആഗ്രഹിച്ചത്. അതിന് ഒരു വിലയും നമ്മൾ കൽപ്പിച്ചില്ല. അങ്ങനെ ഒരു സംഭവമേ അർഹത അല്ല. കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ട് ആ പ്രശ്നത്തിന് പരിഹാരം എന്നുള്ള രീതിയിലേക്ക് പാകിസ്ഥാനെ നമ്മളാണ് മുട്ടുമടക്കിച്ച് നമ്മളെ മുന്നിൽ കൊണ്ടുവന്നത്. കാരണം അത്രമാത്രം തിരിച്ചടി പാകിസ്ഥാന് കിട്ടിയപ്പോ ഇനി വേറൊന്നും ചെയ്യാനില്ല. പാകിസ്ഥാൻ ഭാരതത്തിന്റെ അടുത്ത് വന്ന് പറയുകയാണ്, ഞങ്ങൾ ഇനി ഈ മുന്നോട്ട് പോകാൻ താല്പര്യം ഇല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിർത്താം എന്നായിരുന്നു നമ്മുടെ ഭാരതത്തിന്റെ ഒരു വേർഷൻ. അത് ഭാരതം ഓപ്പറേഷൻ സിന്ധൂർ തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. കാരണം നമ്മുടെ ലക്ഷ്യം യുദ്ധമല്ല, നമ്മുടെ ലക്ഷ്യം ഭീകരവാദമാണ്. അപ്പൊ ആ രീതിയിലേക്കുള്ള ഒരു സ്റ്റാൻഡ് നമ്മൾ അന്ന് പറഞ്ഞിരുന്നു. അതിനകത്ത് ഡൊണാൾഡ് ട്രംപ് എന്നല്ല മറ്റാർക്കും ഒരു റോളും ഇല്ല എന്ന് വളരെ മാന്യമായ ഭാഷയിൽ പ്രധാനമന്ത്രി മോദി തന്നെ പാർലമെന്റിൽ തന്നെ പറഞ്ഞു, ഒരു രാജ്യത്തിന്റെയും ഒരു രാഷ്ട്രത്തലവനും ഒരു റോളും ഇല്ലാന്ന്. അപ്പോഴാണ് ഡൊണാൾഡ് ട്രംപിന് ഇങ്ങനെയുള്ള ഒരു പേഴ്സണൽ ഈഗോ, അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണൽ ഈഗോനെ ഹേർട്ട് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം 25% ആദ്യം ടാരിഫ് ചുമത്തി, പിന്നീട് വീണ്ടും ഒരു 25% ചെയ്തു. അതും വളരെ വിചിത്രമായിട്ട് ന്യായങ്ങളാണ്. റഷ്യയിൽ നിന്ന് നമ്മൾ ഓയിൽ വാങ്ങിക്കുന്നു എന്നുള്ള രീതിയിലാണ്. ഈ റഷ്യയിൽ നിന്ന് തന്നെയാണ് യൂറോപ്യൻ യൂണിയൻ ഓയിൽ വാങ്ങിക്കുന്നത്. ഈ റഷ്യയിൽ നിന്ന് തന്നെയാണ് ഫെർട്ടിലൈസറും മറ്റ് കെമിക്കൽസും ഒക്കെ US ഇമ്പോർട്ട് ചെയ്യുന്നത്. ഏറ്റവും കൗതുകപരമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീ അനിൽ, അതായത് യുക്രൈൻ ഇന്ത്യയിൽ നിന്നാണ് ഏകദേശം 15% അവരുടെ ഡീസൽ വാങ്ങിക്കുന്നത്. ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങിച്ച് അതിനെ ഡീസലാക്കിയിട്ട് കൊടുക്കുന്നത് യുക്രൈനാണ്. അപ്പൊ അങ്ങനത്തെ ലോജിക്ക് നോക്കി കഴിഞ്ഞാൽ യുക്രൈൻ സ്വന്തം പൈസ കൊടുത്തിട്ട് അവരെ അഗെയിൻസ്റ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഇന്ത്യക്ക് പൈസ തരാണോ? ഇനി നേരെ മറിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ റഷ്യ ഈ ഓയിൽ കൊടുക്കുന്നത് എത്തുന്നത് യുക്രൈനാണ്. അപ്പൊ അവരുടെ ടാങ്കും മറ്റും ഉപയോഗിച്ച് വീണ്ടും റഷ്യയിൽ അറ്റാക്ക് ചെയ്യുന്നത് ഉള്ളത്. അപ്പൊ ഇതൊന്നും ഒരു കോമൺ സെൻസ് എന്നുള്ള രീതിയിലേക്ക് ഒന്നും യുക്തിയില്ലാത്ത കാര്യമാണ്. അപ്പൊ ആ കാര്യം എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഇന്നലെയും മെനഞ്ഞാന്നുമായിട്ടുള്ള ഈ ഒരു SCO സമ്മിറ്റില് അവിടെ ഇന്ത്യയും റഷ്യയും ചൈനയും തലവന്മാര്
ഒരുമിച്ച് വന്നത്. അതുപോലെ പ്രത്യേകിച്ച് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള റിലേഷൻ, ഇന്ത്യയും പ്രൈം മിനിസ്റ്റർ മോദിയും പുടിനുമായിട്ടുള്ള ആ ബോഡി ലാംഗ്വേജും ഞാൻ മനസ്സിലാക്കിയത് പുടിൻ പ്രൈം മിനിസ്റ്റർ മോദി ഈ സമ്മിറ്റ് ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ബയലാറ്ററൽ മീറ്റിംഗിന് പോകാൻ വേണ്ടി 10 മിനിറ്റോളം പുറത്ത് വെയിറ്റ് ചെയ്തിരുന്നു. അതായത് പ്രൈം മിനിസ്റ്റർ മോദി എന്നിട്ട് അദ്ദേഹത്തിന്റെ കാറിൽ തന്നെ ക്ഷണിക്കുകയായിരുന്നു എന്റെ കൂടെ വരും എന്നുള്ളത്. അപ്പൊ പ്രൈം മിനിസ്റ്റർ മോദി പിന്നെ അദ്ദേഹത്തിന്റെ കാറിൽ പോയി 45 മിനിറ്റ് അങ്ങനെ ഒരു ചർച്ചയും ആ കാറിന്റെ ഉള്ളിൽ തന്നെ നടന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ വരുന്ന അവിടുത്തെ നിന്നുള്ള പിക്ചേഴ്സും അവിടുന്ന് റിപ്പോർട്ട് വരുന്നത്. അപ്പൊ ഇതൊക്കെ എന്താണ് സൂചിപ്പിക്കുന്നത്? അത് കഴിഞ്ഞിട്ട് ആ മീറ്റിംഗിൽ, ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള മീറ്റിംഗിൽ ഇന്ത്യ ഒരു കാരണവശാലും റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ കുറയ്ക്കാനോ ഒന്നും പോകുന്നില്ല എന്നുള്ള വ്യക്തമായിട്ടുള്ള സന്ദേശം നൽകുന്നു. അപ്പം ഡൊണാൾഡ് ട്രംപ് എന്താണോ ആഗ്രഹിച്ചത് അതിന് നേർ വിപരീതമായിട്ട് ഇന്ത്യ റഷ്യയിൽ നിന്ന് അതേപോലെ തന്നെ ഓയിൽ വാങ്ങിക്കുകയും ഇന്ത്യ ചൈനയും ആയിട്ടുള്ള ബന്ധം സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകാനുള്ള ഒരു അവസരം കൂടിയാണ് കാണുന്നത്. അതുകൂടെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട കാര്യം, ഭീകരവാദം വലിയൊരു ഇഷ്യൂ ആണ് ഇന്ത്യയെ സംബന്ധിച്ചോളം. ആ ഭീകരവാദ ഇഷ്യൂവിനെ SCO സമ്മിറ്റിന്റെ ജോയിന്റ് ഡിക്ലറേഷനിൽ പെഹൽഗാം മാസക്കറിന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് കണ്ടം ചെയ്തുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റും അതിനകത്ത് വന്നു. ഒന്ന് ആലോചിച്ച്, പാകിസ്ഥാനെ പോലെ രാജ്യത്തിനെ ഇരുത്തിക്കൊണ്ട് പെഹൽഗാം എന്നുള്ള ആ ഭീകരവാദ അറ്റാക്കിനെ കണ്ടം ചെയ്തുകൊണ്ട് ഒരു രാജ്യവും ഭീകരവാദത്തിനെ സപ്പോർട്ട് ചെയ്യരുതെന്നുള്ള രീതിയിലേക്ക് ഒരു ജോയിന്റ് സ്റ്റേറ്റ്മെന്റ് ഈ രാജ്യങ്ങളെല്ലാം ചെയ്തു. അതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള അല്ലെ ഒരു നടപടി എന്ന് കാണുന്നു. മാത്രമല്ല നോക്കൂ, ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഒരു സോറി ഫിഗറായിട്ട് ഇങ്ങനെ നിൽക്കുക അല്ലേ. പുടിനും മോദിയും ഷീ ജിൻപിങ്ങും ഒക്കെ ഇങ്ങനെ നടന്ന് സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഒറ്റപ്പെട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഷഹബാസ് ഷെരീഫിനെ കാണുന്നു അല്ലേ. അതും വലിയൊരു സന്ദേശമല്ലേ നൽകുന്നത്. തീർച്ചയായിട്ടും. അതിന്റെ ഇപ്പൊ ഓരോ ലീഡേഴ്സ് തമ്മിൽ അവർ കാണുമ്പം അവരുടെ ഓരോ ബോഡി ലാംഗ്വേജ് ഉണ്ട്. അപ്പൊ ഞാൻ ഷഹബാസ് ഷെരീഫിനെ കണ്ടത് അദ്ദേഹം അവിടെ ഒരു ഔട്ട് ഓഫ് പ്ലേസ് എന്നുള്ള രീതിയിലാണ്, അതായത് ഞാൻ എവിടെ വന്ന് നിൽക്കുന്നു എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന് തോന്നിയിട്ടുള്ളത്. കാരണം ഇത് ഈ SCO സമ്മിറ്റ്, SCOന്റെ 3 പില്ലേഴ്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ, ചൈന, റഷ്യയാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. അവര് 3 നേതാക്കന്മാർ തമ്മിലൊരു കെമിസ്ട്രി ഉണ്ട്. അത് വർഷങ്ങളായിട്ടുള്ള കെമിസ്ട്രിയാണ്. അതിന്റെ ബാക്ക്ഡ്രോപ്പില് ഇപ്പം ഡൊണാൾഡ് ട്രംപ് ഈ 3 പേരെയും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്, ഷീ ജിൻപിങ്ങിനെയും ഇന്ത്യയും പുടിനെയും. അപ്പൊ അങ്ങനെ അവര് 3 പേരും ഒരുമിച്ച് വരുമ്പം നാച്ചുറലി അവിടെ ഒരു കെമിസ്ട്രി വരും. നാച്ചുറലി ആ ബോഡി ലാംഗ്വേജ് ഡിഫറെന്റ് ആണ്. നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം അവരെന്തായിരിക്കും സംസാരിച്ചതെന്ന്. അവരെ സംസാരിച്ചതിന്റെ വിഷയം ഒന്ന് തന്നെ ആയിരിക്കും. അത് അവർ 3 പേരും ഫേസ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോഴാണ് നേരത്തെ അങ്ങനെ ആ വിഷ്വൽസ് വരുന്ന പോലെ ഡൊണാൾഡ് ട്രംപ് സ്കൂൾ കുട്ടികൾ നിൽക്കുന്ന പോലെ സൈഡിൽ നിൽക്കുകയാണ്, അതായത് നിൽക്കുകയാണ്. പക്ഷെ അതൊരു അവസ്ഥയാണ്. അത് പാകിസ്ഥാന്റെ പ്രസക്തിയാണ് കാണിക്കുന്നത്. പാകിസ്ഥാൻ ആ ഒരു റോള് മാത്രമേ ഉള്ളൂ. പാകിസ്ഥാൻ SCO സമ്മിറ്റിൽ തന്നെ പങ്കു ചേർന്ന് തന്നെ ചൈനയുടെ ഒരു ഇൻവോൾവ്മെന്റ് കൊണ്ട് മാത്രമാണ്. അതല്ലാതെ പാകിസ്ഥാന് പ്രത്യേകിച്ച് വേറെ യാതൊരു ക്രെഡിറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ടല്ല. അപ്പൊ ആ രീതിയിൽ തന്നെയാണ് ഷഹബാസ് ഷെരീഫിനെ അവിടെ കാണുന്നത്. ആൻഡ് വൺ മോർ തിങ്, ഒരു കാര്യം കൂടെ ഉള്ളതെന്ന് വെച്ചാൽ, ഷഹബാസ് ഷെരീഫ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ക്ലറിക്കൽ പോസ്റ്റിലുള്ള ഒരു പ്രൈം മിനിസ്റ്റർ മാത്രമാണ്. ഫങ്ഷണൽ പ്രൈം മിനിസ്റ്റർ അല്ല. ഫങ്ഷണൽ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നത് അവിടുത്തെ ആർമി ചീഫാണ്. അതുകൊണ്ടാണ് ആർമി ചീഫിനെ അവിടെ അമേരിക്ക വിളിച്ചത്. ആർമി ചീഫാണ് പറഞ്ഞത്, ഞങ്ങൾ ഡൊണാൾഡ് ട്രംപിന് നൊബേൽ പ്രൈസ് വേണ്ടി ഞങ്ങൾ ശുപാർശ ചെയ്യുന്നു എന്നൊക്കെ ഉള്ള കാര്യം. അപ്പം ഷഹബാസ് ഷെരീഫ് ഈസ് എ നോബഡി ഇൻ പാകിസ്ഥാൻ. അതുകൊണ്ടാണ് ഷഹബാസ് ഷെരീഫിനെ പുറത്തു വരുമ്പോൾ ഈ ലോക രാജ്യങ്ങളും അതേപോലെ തന്നെ സൈഡിൽ നിർത്തുന്നത്. അപ്പൊ അത് നമുക്ക് ആക്ച്വലി പറഞ്ഞാൽ, ഞാൻ അതിനെ കണ്ടിട്ട് വലിയ സന്തോഷമൊന്നും അല്ല, അങ്ങനൊന്നും അല്ല. എല്ലാ സ്ഥലത്തും ജനാധിപത്യം തന്നെ വരണം, പട്ടാള ഭരണം അല്ല വരേണ്ടുള്ളത്. പക്ഷെ പാകിസ്ഥാന്റെ അവസ്ഥ അങ്ങനെയാണെന്നാണ് ആ പിക്ചറിൽ നിന്ന് വളരെ വിഷ്വൽസ് വളരെ ക്ലിയർ ആയിട്ട് നമുക്കിന്ന് കണ്ടത്. അപ്പൊ എനിക്കൊന്ന് ഓവറോൾ ശ്രീ അനിൽ, ഇത് ഒരു ഡിഫൈനിങ് മൊമെന്റ് തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ചോളം, ലോകത്തെ സംബന്ധിച്ചോളം. ഞാൻ ഇതിനെ ഗ്ലോബൽ ഓർഡർ മൊത്തം മാറുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഡെഫിനറ്റ്ലി ഡൊണാൾഡ് ട്രംപ് എന്നുള്ള വ്യക്തി, ഡൊണാൾഡ് ട്രംപ് എന്നുള്ള പ്രസിഡന്റ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, അദ്ദേഹത്തിന് കുറെ കാര്യങ്ങൾ ആശങ്ക കൊടുക്കാനും കുറെ കാര്യങ്ങൾ അദ്ദേഹത്തിന് വീണ്ടും ചിന്തിപ്പിക്കാനും ധാരാളം കാര്യങ്ങൾ ഈ സമ്മിറ്റിലൂടെ ഇന്ത്യയും ചൈനയും റഷ്യയും കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നരേന്ദ്രമോദിജി കൊടുത്തിട്ടുണ്ട്.